ഹലോ, എല്ലാവർക്കും നമസ്കാരം. മാളൂസ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറേ ആയി ഓരോരുത്തർ പറയുന്നേക്കുന്നു കോഴിക്കോട് പളനിയുണ്ട്. അപ്പോൾ നമുക്ക് പോകണമെന്ന് ഒരുപാടായി ആശ. പിന്നെ എൻ്റെ മുടി മുട്ട പഠിക്കണം എന്നുണ്ടായി. അപ്പോൾ കോഴിക്കോട് പളനിയിൽ എന്തായാലും പോകല്ലേ, അപ്പോൾ അവിടുന്ന് മുട്ട പഠിക്കാമെന്ന് വിചാരിച്ചു. അവിടെയും ദേവൻ മുരുകൻ തന്നെയാണ്. അപ്പോൾ സ്ഥലം ഇതാണ്. അടിപൊളി വൈബാണ്. ആകാശം നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആ ഒരു ഫീലില്ലേ, ആ ഒരു ഫീലാണ് നമുക്ക് അവിടെ പോയപ്പോൾ തോന്നുന്നത്. ഒരു കുന്നിൻ്റെ മുകളിൽ തന്നെയാണ് ഇത്. സ്ഥലം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൻ്റെ ആ ഒരു ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ അവിടെ ഓട്ടോ ഉണ്ടാവും. പളനിയിലേക്ക് പോകാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ 3 ഓട്ടോയേ ഉള്ളൂ. അവർ അവിടുന്ന് 40-60 രൂപയുടെ ഓട്ടം മാത്രം. ആരും എന്താ പറയണ്ടേ, കോഴിക്കോട്ടുകാർ ആരും ഈ ഒരു പളനിയെ പറ്റി അറിഞ്ഞില്ല എന്ന് പറയരുത്. കാരണം അത്രയും എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും സമയം നമ്മളവിടെ ഇരുന്നതും ഒക്കെ എന്താ പറയണ്ടേ, നല്ലൊരു മൊമെൻറ്റ്. ആകാശം നമ്മുടെ തൊട്ടടുത്ത് താഴോട്ട് വന്നാൽ എങ്ങനെയുണ്ട് ആ ഒരു ഫീൽ തന്നെയാണ് നമുക്കുണ്ടായത്. ശരിക്കൊരു മിനി പളനി എന്ന് തന്നെ പറയാം. കാണാനൊക്കെ അങ്ങനെ തന്നെയാണ്. തല മൊട്ടയടിക്കാൻ മാത്രം എൻസേനയും കൂട്ടിയിട്ട് നമുക്ക് ഇങ്ങ് താഴോട്ട് പടിയിറങ്ങി ഹനുമാൻ സ്വാമീൻ്റെ പിന്നെ അമ്പലത്തിൻ്റെ ആടുന്ന് താഴോട്ട് ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട്. ആടുന്ന് എത്രയാ, കുറച്ചധികം പടി, എത്ര പടിയെന്ന് എണ്ണീറ്റില്ല, കുറച്ചധികം പടി ഇറങ്ങാനുണ്ട്. കാരണം മോളെയും കൊണ്ട് പോയതുകൊണ്ട് അവളുടെ ഓട്ടത്തിന് നമുക്ക് പടി എണ്ണാൻ കഴിഞ്ഞില്ല. എന്നാലും അതൊക്കെ ഫുള്ള് കാടാണ്, താഴെ പടി ഇറങ്ങി പോണ ഭാഗമൊക്കെ. നല്ല അടിപൊളി ഇതാ കാണാൻ. അതുകൊണ്ട് ആരും മിസ് ചെയ്യരുത്. എല്ലാവരും അവിടെ ഒന്ന് പോയി കാണാം. നമ്മുടെ നാട്ടിലൊരു പളനി, അതൊരു മിനി പളനി. മെയിൻ പളനി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അതൊരു ആ ഒരു ഏരിയയിലുള്ള പളനിയാണല്ലോ. പക്ഷേ ഈ ഒരു പളനി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയേണ്ട, ഭക്ഷണമൊന്നും പറയാൻ പറ്റില്ല, അത്ര അടിപൊളി ഭക്ഷണമാണ്. എല്ലാവരും നമുക്ക് പോയിട്ട് എന്നാ പറയേണ്ട ബുദ്ധിമുട്ടൊന്നും ആയിട്ടില്ല. പോകാനും വരാനും ഒക്കെ സുഖമാണ്. കുറച്ച് അധികം പടി ഇറങ്ങാനുണ്ടായി. എൻ്റെ മോളുടെ ഒപ്പരം പിന്നെ ഓടുന്ന ഓട്ടത്തിൽ പടി എണ്ണോ നോക്കിയില്ല, പടി ഇറങ്ങുന്നതും കയറുന്നതൊന്നും അറിയാനും പറ്റില്ല. കാരണം അത്രയും സ്പീഡിൽ അവൾ പോകുന്നത്, ആ സ്പീഡിൽ തന്നെ നമ്മളും കയറേണ്ടി വന്നു. അതുകൊണ്ട് പെട്ടെന്ന് പോകും വരും ചെയ്യും. എന്നാലും പളനി സൂപ്പറാണ്. അവരുടെ ഫുഡും അതന്നെ. പിന്നെ ഒരു പ്രസാദമൊക്കെ വെറൈറ്റി പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഒരു ഇലേൻ്റെ അകത്ത്, പിന്നെ ആലിലേൻ്റെ അകത്ത് ആണ് പ്രസാദം തന്നത്. അത് ആലിലിങ്ങനെ പ്ലേറ്റ് രൂപത്തിൽ മടക്കിയിട്ട്. അപ്പോൾ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിലും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.